എന്നിട്ട് ചേച്ചി എന്നെ പറഞ്ഞു ഒരു ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നത് നല്ലതാണ്. ഏത് ഡോക്ടർ അത് പറഞ്ഞു? എത്രയോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കഴിക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടില്ല വെള്ളം അടിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ ഇതുവരെ കേട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഭാര്യമാര് തന്നെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെന്ന്. ഇപ്പൊ കുടിക്കുന്നത് നല്ലതല്ല, കുടുംബം കലക്കുന്നല്ലേ മോള് പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്യ്, കുറെ ആൾക്കാരെയും കൂട്ട്, എന്നിട്ട് മദ്യം നിർത്തി വയ്പ്പിക്കും. പറ്റുമോ? സാധാരണ രീതിയിൽ വന്ന് ഒരു എണ്ണം കഴിച്ചു പോകുന്ന ആളൊന്നും കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. അതുപോലെ ചേച്ചിയുടെ നിലപാടിൽ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരായ രണ്ടടിക്കണം, രണ്ട് കള്ളു കുടിക്കണം, ജോലി കഴിഞ്ഞ് വന്നിട്ട് രണ്ടടിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും അടിക്കാൻ നിർബന്ധിക്കുകയല്ല. അല്ലല്ല, കഴിക്കുന്നവരെ പുറത്തു പോയി കഴിക്കുന്നവരെ ഇല്ലാതാക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറെ പേര് പറയുന്നുണ്ട് അയ്യോ ഭയങ്കര കഴിക്കുന്നവർക്കല്ല ഞാൻ കഴിക്കാത്തവരോടല്ല ഞാൻ പറയണത്, കഴിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറഞ്ഞു, കഴിക്കുന്നവർ കഴിക്കുക, പക്ഷെ പുറത്തു പോയി കഴിക്കുന്നതൊക്കെ വേദം ഭാര്യയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചേച്ചി എന്നെ പറഞ്ഞു ഒരു ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നത് നല്ലതാണ്. ഏത് ഡോക്ടർ അത് പറഞ്ഞു? എത്രയോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കഴിക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടില്ല വെള്ളം അടിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ ഇതുവരെ കേട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഡോക്ടർ ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോന്ന് ചോദിച്ചു നോക്കണം എപ്പോഴെങ്കിലും. ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവാണ്, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കൂടിയാണ്. ഒരെണ്ണം കഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരി നമ്മൾ ഈ കഴിച്ചാൽ ഇത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ പേര് കഴിക്കുന്നുണ്ട്. നമ്മള് സ്ത്രീകൾ കഴിക്കുന്നില്ലേ? എന്താ തെറ്റായിട്ട് എന്താ കഴിക്കുന്നത്? ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ ഡോളോ പാരാസെറ്റമോൾ ഇങ്ങനെ കുറേ വേദനയുടെ ഗുളികളുണ്ട് ഇല്ലേ? നമ്മൾ എന്തിനാ അത് കഴിക്കുന്നത്? വേദന മാറ്റാൻ. ഒരുപാട് കഴിച്ചാൽ അത് ഭയങ്കര കുഴപ്പമെന്ന് പറയുന്നില്ലേ? അയ്യോ അത് കഴിക്കല്ലേ. മദ്യം വേദന മാറാനാണ്. അപ്പൊ ഞാൻ പറയട്ടെ, മദ്യം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മൾ എന്തിനാ സ്ഥിരം? ചിലർ രാവിലെ ഒന്നും ചായ കുടിക്കും, ഞാൻ കുടിക്കാറില്ല. എന്തുകൊണ്ടാണ് ചായ കുടിക്കുന്നത്? അവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വെള്ളമടിക്കുന്നവരുണ്ടാവും, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും. സിഗരറ്റ് വലിച്ചാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒക്കെ വലിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അത് വിഷമല്ലേ? ഈ ഗുളി കഴിക്കുന്നതും ചായ കുടിക്കുന്നതും പോലെയാണ് മദ്യപാനം. അതുപോലെ തന്നെ വേണി കണക്കിൽ പെടുത്താവുന്നതേ ഉള്ളൂ. മദ്യം അധികമായാലാണ് മദ്യം കുടുംബത്തെ നശിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി, ആര് പറഞ്ഞു കുടുംബത്തെ നശിപ്പിക്കും? അത് തോന്നണതാ. ഓവർ ആയാലേ കുടുംബത്തെ നശിപ്പിക്കുന്നത്. ഇനി ശരി, ഒരു വീട്ടില് മദ്യം കഴിക്കുന്ന ഒരാള് വീട്ടിൽ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുവോ, തല്ലി പൊളിക്കുവോ, എല്ലാം ചെയ്യാൻ കുടുംബത്തെ നശിപ്പിക്കുന്നവരെ. സാധാരണ രീതിയിൽ വന്ന് ഒരു എണ്ണം കഴിച്ചു പോകുന്ന ആളൊന്നും കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. രണ്ടാമത് ഒരു കാര്യം ചെയ്യണം, ഏറ്റവും നല്ല കാര്യം, നമ്മള് സ്ത്രീകള് ശരി, നിങ്ങൾ ആ മദ്യം നിർത്തലാക്കിക്കേ. എത്ര സ്ത്രീജനുണ്ട് കേരളത്തില്. ഈ പറഞ്ഞ ചേച്ചിയല്ലേ മദ്യത്തിന് സപ്പോർട്ട്. ഞാൻ എന്റെ സ്വന്തം നിലപാടാ പറഞ്ഞത്, അവര് കുടിച്ചോട്ടേന്ന്. ഇപ്പൊ കുടിക്കുന്നത് നല്ലതല്ല, കുടുംബം കലക്കുന്നല്ലേ മോള് പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്യ്, കുറെ ആൾക്കാരെയും കൂട്ട്, എന്നിട്ട് മദ്യം നിർത്തി വയ്പ്പിക്കും. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് ചിന്തിക്കേണ്ടത്. നമ്മള് പറ്റാത്ത കാര്യം നമ്മൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കലെന്ന് പറഞ്ഞാൽ ചേച്ചി ഇരുന്ന് സംസാരിച്ചാൽ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഇപ്പൊ കേൾക്കുന്ന ആണുങ്ങൾ വിചാരിക്കും അതെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവര് തന്നെ പറയുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. അയ്യോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞ അനുസരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ലോകത്തുള്ളത്. ഇവൻ ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് കാണിച്ച എന്താ കുഴപ്പം? ഒരു ചില ഭാര്യമാര് തന്നെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ഭർത്താവ് രാത്രി അസമയത്ത് 10 മണിക്കും 12 മണിക്കൊക്കെ വെള്ളം അടിച്ച് ഒരെണ്ണടിക്കുന്നതിന് ഒരു 6 കൂട്ടുകാരന്മാരായിട്ട് അടിച്ച് വരുന്ന വഴിക്ക് പോലീസ് പിടിച്ച് വീട്ടിൽ നമ്മളിരുന്ന് വിഷമിക്കുന്നേക്കാൾ ഭേദം ചേച്ചി എൻ്റെ വീട്ടിൽ ഇരുന്ന് അടിക്കുന്ന എൻ്റെ ഭർത്താവ്. എനിക്ക് അത്രയും സന്തോഷം ചേച്ചി. ആ പറഞ്ഞതുകൊണ്ട് ഒരാളെങ്കിലും അത് വിശ്വസിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് തന്നെ ഞാൻ കാണും. പക്ഷെ ഈ ചേച്ചി പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മക്കളെ വന്നിട്ട് ഉപദ്രവിക്കുക, കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ സ്ത്രീകളായ നമ്മൾ കൈകാര്യം ചെയ്യണം, നിർത്തിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മദ്യം കുടിച്ച് വീട്ടിൽ വന്ന് മക്കളെ തല്ലുന്ന, ഭാര്യയെ തല്ലുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ആണുങ്ങളായ രണ്ടോ, അത് എൻ്റെ ഒരു നിലപാടാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആണുങ്ങളായ രണ്ടെണ്ണം അടിച്ചോട്ടെ, അതിനിപ്പോ എന്താ? കേൾക്കുന്ന ആണുങ്ങള് ആണാണ് അതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാം, ഞാൻ ആണാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ലല്ല, അങ്ങനെ ആരും ആണായി പ്രൂവ് ചെയ്യണം. അവരുടെ കുട്ടികളൊക്കെ അവിടെ ഓടി ഇറക്കണ്ട, അത് പ്രൂവ് ചെയ്യേണ്ട, വെള്ളം അടിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.